നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യൻ ആർമിയുടെ വാഹനങ്ങളിൽ, പ്രത്യേകിച്ച് ഹെവി വാഹനങ്ങളിൽ പണ്ട് മുതലേ ടാറ്റയുടെ ആധിപത്യമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ അശോക് ലേലൻഡും ഭാഗമാണ്. ഹെവി വിഭാഗത്തിലല്ലെങ്കിലും ഫോഴ്സ്, മഹേന്ദ്ര, ടൊയോട്ട തുടങ്ങിയ കമ്പനിയുടെ വാഹനങ്ങളും സൈന്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ വോൾവോ ഇതുവരെ സൈന്യത്തിന്റെ ഭാഗമായിരുന്നില്ല. എന്നാൽ ഇനി ഒരുപക്ഷെ അത് പഴങ്കഥയായേക്കും. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയ ചുവടുവയ്പ്പിനൊരുങ്ങുകയാണ് പ്രമുഖ സ്വീഡിഷ് വാഹന നിർമ്മാതാക്കളായ വോൾവോ ഡിഫൻസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വീഡൻ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കം. ഇന്ത്യൻ ആർമിയുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ തങ്ങളുടെ അത്യാധുനിക സൈനിക ട്രക്ക് പ്ലാറ്റ്ഫോമുകൾ സൈന്യത്തിന് മുന്നിൽ കമ്പനി അവതരിപ്പിച്ചു കഴിഞ്ഞു. ടാറ്റ, അശോക് ലേലൻഡ് എന്നിവർക്കും വലിയ ഓർഡറുകൾ സൈന്യം നൽകാറുണ്ട്. പതിറ്റാണ്ടുകളായി ഈ കമ്പനികൾ സൈന്യത്തെ വിശ്വസ്തയോടെ സേവിക്കുന്നുണ്ടെങ്കിലും നിലവിൽ വാഹന വ്യൂഹത്തിൽ വലിയൊരു അഴിച്ചുപണിക്ക് സൈന്യം ഒരുങ്ങുന്നതായിട്ടാണ് സൂചന. അറ്റകുറ്റപ്പണികൾ, പരിശീലനം, വിതരണ ശൃംഖല എന്നിവ ലളിതമാക്കുന്നതിനായി തങ്ങളുടെ ലോജിസ്റ്റിക് വാഹനങ്ങളിൽ കൂടുതൽ ഏകീകരണം കൊണ്ടുവരാനാണ് സൈന്യത്തിന്റെ പദ്ധതി. വെല്ലുവിളികൾ നിറഞ്ഞ അതിർത്തികളിൽ അതിവേഗ വിന്യാസത്തിനായി ഇന്ത്യൻ ആർമി തങ്ങളുടെ വാഹനങ്ങളെ ആധുനികവൽക്കരിക്കുന്ന ഈ ഘട്ടത്തിലാണ് വോൾവോയുടെ കടന്നുവരവ്. 4x4, 6x6, 8x8, 10x10 മോഡലുകൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഡ്രൈവ് കോൺഫിഗറേഷനുകളിൽ ലഭ്യമാകുന്ന ഒരൊറ്റ ട്രക്ക് പ്ലാറ്റ്ഫോമാണ് വോൾവോയുടേത്. ഏതു തരത്തിലുള്ള ബോഡി നിർമ്മാണത്തിനും അനുയോജ്യമായ ഇന്റർഫേസുകളിലും ലഭ്യമാകുന്ന തെളിയിക്കപ്പെട്ട ഒരു സിംഗിൾ ട്രക്ക് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് വോൾവോ ഡിഫൻസിന്റെ പ്രധാന സേവനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ മോഡുലാർ രീതി സൈനികരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, വെടിക്കോപ്പുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, റിക്കവറി വാഹനങ്ങൾ, ഇന്ധന ടാങ്കറുകൾ എന്നിവയ്ക്കായെല്ലാം തന്നെ ഉപയോഗിക്കാം. രൂപത്തിലും ഭാവത്തിലും പ്രവർത്തനത്തിലും സമാനത പുലർത്തുന്ന ഇത്തരം ട്രക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഡ്രൈവ് ചെയ്യുന്നവർക്കും സാങ്കേതിക വിദഗ്ധർക്കും വാഹനങ്ങളെക്കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാനും പരിശീലനം നേടാനും സാധിക്കും. ഒരൊറ്റ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തന്നെ ഒന്നിലധികം തരം ട്രക്കുകൾ നിർമ്മിക്കുന്നതിലൂടെ വോൾവോ ഡിഫൻസ് വലിയ രീതിയിലുള്ള പ്രവർത്തന നേട്ടങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. സ്പെയർ പാർട്സുകൾ പരസ്പരം മാറ്റാമെന്നുള്ള സൗകര്യമുള്ളതിനാൽ സൈന്യം ശേഖരിച്ചു വെക്കേണ്ട ക്ലാസ് 9 ഉപകരണങ്ങളുടെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുന്നു. ഒരു വാഹനത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ മറ്റു വാഹനങ്ങളിലേക്ക് നേരിട്ട് പ്രയോജനപ്പെടുത്താം എന്നതിനാൽ ഡ്രൈവർമാർ, അറ്റകുറ്റപ്പണി ജീവനക്കാർ, സാങ്കേതിക വിദഗ്ധർ എന്നിവർക്കുള്ള പരിശീലനം കൂടുതൽ കാര്യക്ഷമമായി മാറുന്നു. വാഹനത്തിന്റെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രവർത്തനം എന്നിവയുൾപ്പെടെയുള്ള മൊത്തത്തിലുള്ള വിഭവ വിനിയോഗം കുറയുന്നതോടെ പ്രതിരോധ ബജറ്റ് കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കാനും സാധിക്കും. ഭൂമിയിലെ തന്നെ ഏറ്റവും കഠിനമായ ഭൂപ്രകൃതികളിൽ ചിലതിലാണ് ഇന്ത്യൻ ആർമി പ്രവർത്തിക്കുന്നത്. അതിനാൽ അസാധാരണമായ ചലനശേഷിയും ഭാരം വഹിക്കാനുള്ള ശേഷിയും വിശ്വസ്തതയും നൽകുന്ന ട്രക്കുകൾ സൈന്യത്തിന് ആവശ്യമാണ്. വോൾവോയുടെ മിലിറ്ററി ഗ്രേഡ് ട്രക്കുകൾ കൃത്യമായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സസ്പെൻഷൻ സംവിധാനങ്ങൾ, കരുത്തുറ്റ എഞ്ചിനുകൾ, കടുത്ത കാലാവസ്ഥകളിൽ തെളിയിക്കപ്പെട്ട പ്രകടനം എന്നിവ ഇതിന്റെ പ്രത്യേകതകളാണ്. ബന്ധമില്ലാത്ത ഒന്നിലധികം കമ്പനികളുടെ ട്രക്കുകൾ ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനേക്കാൾ ഈ കോമൺ പ്ലാറ്റ്ഫോം രീതി വാഹന വ്യൂഹത്തിൽ പണ്ട് മുതലേ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് നേരിട്ട് പരിഹാരം കാണുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്യും. സ്വീഡനുമായി പ്രധാനമന്ത്രി നടത്തിയ ചർച്ചകൾ പ്രതിരോധ രംഗത്ത് വലിയ പങ്കാളിത്തത്തിന് കൂടിയാണ് വഴി തുറന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന വലിയ ലക്ഷ്യത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു നിർദ്ദേശമാണ് വോൾവോയും മുന്നോട്ട് വെക്കുന്നത്. സംയുക്ത ഉൽപ്പാദനത്തിലൂടെയോ സാങ്കേതികവിദ്യ കൈമാറ്റ കരാറുകളിലൂടെയോ വോൾവോ ട്രക്കുകൾ ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്യാനുള്ള സാധ്യതകളാണ് ആരായുന്നത്. ഇത് രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം സൈനിക വാഹന നിർമ്മാണത്തിൽ ഇന്ത്യക്ക് സ്വയം പര്യാപ്തതയും ആഭ്യന്തര വൈദഗ്ധ്യവും നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഈ നിർദ്ദേശത്തിൽ പ്രതിരോധ മന്ത്രാലയം എന്ത് തീരുമാനമെടുക്കുമെന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്.